ഒരു ക്ലോസ് ഫാമിലി സർക്കിൾ ഉണ്ടാവുമല്ലോ, ചേട്ടൻ, അനിയൻ, അനിയത്തി, അങ്ങനെയുള്ളവരെ, അങ്ങനെയുള്ള എല്ലാ ആളുകളും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീട് മാത്രം കൺസ്ട്രക്ട് ചെയ്ത് ഇതിനകത്ത് കാണുന്ന എല്ലാ ഫർണിച്ചേഴ്സും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ്, ക്ലോസ് ഫാമിലി ഉള്ളവർ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. TV ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡൈനിങ് ടേബിൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇതിനകത്ത് കണ്ട ഫർണിച്ചർ, ആ കട്ടിലാണെന്നുണ്ടെങ്കിലും അതേപോലെ ഈ ദിവാനാണെന്നുണ്ടെങ്കിലും ഇത് രണ്ടും ഓരോരോ ആളുകൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇരിക്കുന്ന AC ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വലിയ ബെഡ്റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള 1.5 ടണ്ണിൻ്റെ AC ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇതിനകത്തുള്ള ഫർണിച്ചർ, അതുപോലെ തന്നെ ഇതുണ്ടോ ഫ്രിഡ്ജ്, ഇതെല്ലാം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, അതായത് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരെല്ലാവരും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇത് ഗ്യാസ് സ്റ്റൗ, ഓവൻ, എവറിത്തിങ്. വീട് ഇന്നലെയാണ് ഫംഗ്ഷൻ, മിനിങ്ങാന്നാണ് ഈ എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും മറ്റുള്ളവർ ഗിഫ്റ്റ് ചെയ്തത്. ഒരു ദിവസം മുന്നേ തന്നെ, തലേനാൾ തന്നെ. ഇതെല്ലാം വലിയ വലിയ ഐറ്റംസ് ആണല്ലോ. അപ്പം ഫംഗ്ഷൻ്റെ അന്നൊന്നും ആരും അങ്ങനെ കൊണ്ടുവരില്ലല്ലോ. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുൻപേ ഇത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പം കുറേ ഗിഫ്റ്റുകൾ വന്നിട്ട് ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി നമ്മൾ പുതിയ വീടായതുകൊണ്ട് പാത്രങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ ആവശ്യത്തിന് പാത്രങ്ങൾ തോന്നുന്ന ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കിച്ചണിലുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നില്ല. ഇനി പൊട്ടിക്കാതെ നമുക്ക് കാണിക്കാം. ആദ്യം തന്നെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അവളുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഫോട്ടോ ഫ്രെയിമാണ്. നീ തന്നെ കൊണ്ടുവരുന്ന ഫോട്ടോ ബൗൾ സെറ്റാണ്. ബൗൾ സെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്ലാസിന്റെ ബൗൾ സെറ്റാണ് കേട്ടോ. അടുത്തത് വലിയ പെട്ടി, ഇത് തന്നെ നോക്കാം. ഓക്കെ, ലൈറ്റ് ആണ് ശരിങ്ങളെ. നൈസ്. ഇത് ഞാൻ നമ്മുടെ വീട്ടിലൊരെണ്ണം സെറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ 3 എണ്ണം തൂങ്ങുന്ന ലൈറ്റ്. അതാണ് ഇത് ഹാങ്ങിങ് ലൈറ്റ് ആണ്. നല്ല രസമുണ്ടാവും. ഇതിങ്ങനെ ഇതിനകത്ത് നമുക്ക് ബൾബ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഹോൾഡറാണിത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വാമോ അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ വാം ഇടുന്നതായിരിക്കും ബെറ്റർ. ഇത് സീലിംഗിൽ ഫിറ്റ് ചെയ്യും. 3 ലൈറ്റ് ഇങ്ങനെ 3 ഹൈറ്റ്. ഇതൊരു ഹൈറ്റ്, ഇങ്ങനെ ഒരു ഹൈറ്റ്, ഇങ്ങനെ ഹൈറ്റ്, അങ്ങനെ 3 ഹൈറ്റ് ആയിട്ടാണ് ഉള്ളത്. കവറിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ അടുത്തൊരു ബോക്സ്. ഇത് സെയിം ആണ് കേട്ടോ. അതാരണമൊന്നും പറയില്ല, സെയിം ആണ്. അതൊരു നോൺ സ്റ്റിക്ക് പ്രസ്റ്റീജിന്റെ അലുമിനിയം ഗ്ലാസ് ആണ്. ഇത് നല്ല ഉപകാരപ്രദമാണ്. കിച്ചണിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട അലുമിനിയത്തിന്റെ ഓക്കെ. ഇത് ബോക്സ് ഒരു സ്റ്റീൽ പാത്രമാണ്. സിംഗിൾ സ്റ്റീൽ പാത്രമാണ്. അടുത്താണ് അത്. കിച്ചണിലേക്ക് പോട്ടെ. കുക്കറാണ്. കുക്കർ അതിലിരിക്കുന്നത്
അടുത്തത് എന്തായിരിക്കും പാത്രം തന്നെയാണ്. കുക്കർ ഇതാണ് കുറേ കുക്കറുണ്ടല്ലോ. അടുത്ത കുക്കറാണ് ഇമ്പൻസിൻ്റെ ഒരു കുക്കറാണ്. അടുത്ത് നോക്കാം. എഗെയിൻ കാസ്ട്രോൾ ബോക്സ് ആണ്. അപ്പോൾ ഫുഡ് ആക്കി വെക്കാൻ കുറേ കാസ്ട്രോൾ ബോക്സ് ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിവിധ തരം കാസ്ട്രോൾ ബോക്സിൽ അപ്പം, ഇഡ്ഡലി, ദോശ, ഇടിയപ്പം പറഞ്ഞെടുത്തേക്കാം. അടുത്തത് ഇത് ജ്യൂസ് സെറ്റോ ഗ്ലാസ് സെറ്റോ ഉണ്ടോ? കാരണം തെർമോകോൾ ബോക്സിലാണ് ജ്യൂസ് സെറ്റാണ്. കേട്ടോ, ഒരു ഗ്ലാസിൻ്റെ ജ്യൂസ് സെറ്റാണ്. എഗെയിൻ ജ്യൂസ് സെറ്റാണ്. കാരണം എഗെയിൻ തെർമോകോൾ സെയിം ബോക്സാണ്. പേരൊന്നും എഴുതിയിട്ടുണ്ടോ? നോനി പേര് പറയാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ആൾക്കാർ. എഗെയിൻ ഗ്ലാസ് ജ്യൂസ് സെറ്റ്. എനിക്കത് സെയിം ആണെന്ന് തോന്നുന്നു. പക്ഷേ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അതേ ഇതിന് കളർ ചേഞ്ച്. ഒരേ കടയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് സുഹൃത്തുക്കളാണ്. ഇതിന്ന് രാവിലെ വന്ന അമ്മയുടെ ഫ്രണ്ടായിരിക്കും. ഇത് വൈകില്ലേ കോഫി സെറ്റാണ്. സെറാമിക്കിന്റെ ചായ മറ്റേ എന്താ കപ്പും കപ്പ് സോസർ സെറ്റാണ്. കപ്പൻ സോസർ. ഓക്കെ, അപ്പച്ചട്ടി പീജിൻ്റെ അപ്പച്ചട്ടിയാണ്. അപ്പോൾ രാവിലെ എനിക്ക് അപ്പം ഉണ്ടാക്കാം. ആ ഇതിൽ സ്റ്റൂവും ഉണ്ടാക്കാം. ചപ്പും സ്റ്റൂവും. അടുത്ത് ഓൾറെഡി കുക്കറാണ്. കുക്കർ നമ്മളിത് ഓൾറെഡി എടുത്ത് ഓപ്പൺ ചെയ്ത ബോക്സാണ്. കുക്കർ അവിടെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. അടുത്തത് ഈ പേരിൽ കുറേ ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഇമ്പെക്സിൻ്റെ ഒരു കുക്കറാണ്. ഇത് എത്ര ലിറ്റർ? 3 ലിറ്റർ കുക്കർ. ഇപ്പോൾ 3-4 അപ്പോൾ 6 ലിറ്റർ ചോറ് വെക്കണമെങ്കിൽ 4 ബർണർ ഉണ്ടല്ലോ. 4 ബർണർ ഓരോ കുക്കർ ചെയ്തേക്കാം. അഷ്റഫ് ഇല്ല, ജസ്റ്റ് ആ ഒരു പേര് മാത്രമല്ലേ പറഞ്ഞത്. അടിപൊളി ഒരു ചായ പാത്രം, ചായ ഗ്ലാസ് ആണ്. സെറാമിക്കിന്റെ നന്നായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒരു വലിയ പെട്ടി പൊട്ടിക്കാം. ഇന്നത്തെ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ഒരു 40-50 പേരെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ലേ. ഇന്നലെ ആ തിരക്കിൻ്റെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് സങ്കടമാണ്. സാരമില്ല, ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവുമ്പോൾ അല്ലേ. അപ്പോൾ ഇന്നലെ ഒരു 400 പേര് 500 പേരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. നമ്മൾ പുറമേന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്നൊരു ടീമിനെ കൊണ്ടുവന്നിട്ടാണ് ഫുഡ് കാറ്ററിംഗ് ഏൽപ്പിച്ചത്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. കാരണം അവരിത്തിരി കുറച്ച് കോസ്റ്റ്ലി റിച്ച് പാർട്ടീസും കൂടെയാണ്. നല്ലൊരു ടീമിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് ഫുഡ് ചെയ്തത്. അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. അതിനൊക്കെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പിയാണ്.
അടുത്തതൊരു സ്റ്റീൽ പാത്രം, നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പ് പാത്രം ഉപയോഗിക്കില്ലേ. ഇതാ വിത്ത് വെരി ഗുഡ്. ഇതൊക്കെ കാണുമ്പോഴാണ് വീട്ടുകാർക്ക്, അതായത് അടുക്കളയിൽ പെരുമാറുന്ന ആളുകൾക്ക് സന്തോഷം. മറ്റേ ഈ ബാക്കിയുള്ള സാധനങ്ങളെ കാണും അവർക്ക് സന്തോഷം സ്റ്റീൽ പാത്രങ്ങൾ കിട്ടുമ്പോഴാണ്. ഇത് കിട്ടുമ്പോഴൊക്കെ സന്തോഷം. അയ്യോ ഇത് നമ്മൾ ഇന്നലെ ഓപ്പൺ ചെയ്താണ്. എനിക്ക് അടുത്തൊരു ഉരുളി ഇവിടെ ഇരിപ്പുണ്ട്. ഉരുളി അഗെയിൻ ഉരുളിയാണ്. കുഞ്ഞുരുളി. ഇത് ഓൾറെഡി ഇവിടെ ഒരു ഉരുളി ഉണ്ട്. സെയിം അല്ല, അതിന്റെ ചെറുതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാം. അത് നന്നായി. ഇതിന്റെ വലിയ സൈസ് അല്ലേ? സെയിം സൈസാ. ഓക്കെ, എഗെയിൻ ഒരു ചായ മഗ്ഗാണ് സെറാമിക്കിന്റെ. നല്ല രസമുണ്ട് കേട്ടോ. ഈ ബോക്സാണ് വെയിറ്റ് നമുക്ക് എന്താ നോക്കാം. മിക്കവാറും ബൗൾ സെറ്റ് ആവാനാണ് സാധ്യത കണ്ടിട്ട്. ഓ ഇത് ഞാൻ ഗസ് ചെയ്യാം. ഇതൊരു ഇൻഡക്ഷൻ കുക്കർ. ഇതൊരു ഇൻഡക്ഷൻ കുക്കറാണ്. എനിക്ക് പെട്ടിയുടെ വായ്പ ദിശ അറിയാതെ പോസ്റ്റ്മാൻ പക്ഷേ അറിയാതെ വായിക്കുന്നതാണ്. സോ ഇതൊരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി പൊട്ടുന്ന ഗ്ലാസിൻ്റെയോ സെറാമിക്കിൻ്റെയോ ജ്യൂസ് സെറ്റ് ആയിരിക്കും. 200 ml ഞാൻ കണ്ടു. ഇത് ദിശയും പശയും പേരൊന്നും ഇല്ലാത്തൊരു പെട്ടിയാണ്. ജ്യൂസ് ഗ്ലാസ് അല്ല, ചായ ഗ്ലാസ്. നൈസ്. എല്ലാവരും ഒരേ കടയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഒരേ കളർ, ഒരേ കമ്പനി, ഒരേ കാസ്ട്രോൾ ബോക്സ്. ഇത് മൂന്നാമത്തെ നല്ലൊരു കാസ്ട്രോൾ ബോക്സാണ്. പക്ഷെ അതുതന്നെ ഇതിനെ ആ പിടിയൊക്കെ തൂക്കി പിടിച്ചിട്ട് പോകാനുള്ള പിടിയൊക്കെയുള്ള കാസ്ട്രോൾ ബോക്സാണ്. അടുത്ത പഠിക്കാം. നമ്മുടെ സെർവ് ചെയ്യാൻ വെക്കുന്ന സെർവിങ് ബോളാണ്. ഇവിടുത്തെ ലിഡൊക്കെയുള്ള കാസ്ട്രോൾ പോലത്തെ തന്നെ, പക്ഷേ കാസ്ട്രോൾ ബോക്സ് അല്ല, സെർവിങ്. കാസ്ട്രോൾ തന്നെയാണ് കേട്ടോ, കാസ്ട്രോൾ ബോക്സ് തന്നെയാണ്. കാസ്ട്രോൾ ബോക്സ്. അടുത്ത ബോക്സ് നോക്കിയാൽ ഇത് ഗസ് ചെയ്യും. ആരെങ്കിലും വേഗം ഗസ് ചെയ്യും. കുറെ കാസ്ട്രോൾ ബോക്സ് ഉണ്ട്. Another castrol box, blue color, nice. This is again weight ഉണ്ട്. Size ആണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ. What is it? Definitely ഒരു juice glass set. Juice glass set. അതിന്റെ ഡിസൈൻ മാത്രം എങ്ങനെയാണുള്ളത് നോക്കാനായിട്ട്. 6-piece juice set ആണ്. 6-piece juice set. Wow. ഇത് ജ്യൂസ് അല്ല, ഇത് ലിക്വിഡ് ഗ്ലാസ് ആണ്. അപ്പോൾ അത് അടിപൊളി. ഇനി കുറച്ച് വലിയൊരു വലിയാണ്. അപ്പോൾ കണ്ടിട്ട് വെയിറ്റും ഉണ്ട്. അപ്പോൾ കുക്കറായിരിക്കില്ല, എന്തോ പാത്രമാണ്. ഡെഫിനറ്റ്ലി പാത്രമാണ്.
ഇതേപോലെ ceramic plate. Okay, ഒരു 6.5 ഡസന്റെ സെറാമിക് പ്ലേറ്റ് ആണ്. ഓൾറെഡി ഇവിടെ ഒരു ഓപ്പൺ കുക്കർ ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. കുക്കറൊന്നും നമ്മൾ തുറന്ന് കാണിച്ചില്ലല്ലോ, പെട്ടി മാത്രമേ കാണിച്ചില്ല. കുക്കറൊന്നും തുറന്ന് കാണിച്ചാൽ നല്ല അതിൻ്റെ അകത്ത് ഉണ്ടോ നല്ല ബ്ലാക്ക്. ഓക്കെ, ഇതൊരു ഗ്ലാസ് ജ്യൂസ് സെറ്റ് ആണ്. ഗ്ലാസിന്റെ ജ്യൂസ് സെറ്റ് ആണ്. ജെറ്റുണ്ട്, ജ്യൂസ് കുടിക്കാം. ഓക്കെ, we are really happy for you. Who is there? പേരില്ല, just we are really happy for you. ഇത് ഗ്ലാസ് സെറ്റ് ആണ്, ജ്യൂസ് സെറ്റ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട്. കൊള്ളാം. ഏതാ യൂണിയൻ വയലന്റ്. ഇനി ഓൾറെഡി കുറച്ചൊക്കെ പൊട്ടിച്ച് വെച്ചാണ്. ഓക്കെ, ചായ ഗ്ലാസ് ആണ്. നല്ല നൈസ് ടീക്കാം. നന്നായിട്ട് അടുത്തത് ഇത് ഓൾറെഡി നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് പൊട്ടിച്ച് വെച്ചതാണ്. ഇതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗൾ സെറ്റാണ്. ഓക്കെ, ഇതിനകത്തും എന്തോ ഉണ്ട്. അതെന്താ? അതും ബൗളായിരിക്കും. ആ അല്ലല്ല, അത് ഓൾറെഡി എടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇവിടെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. അടുത്തതാണ് 2 ഫോട്ടോ ഫ്രെയിംസ് അല്ല, എന്താ കാലിയോഗ്രഫി ഫ്രെയിംസ്. അതിന് എന്താ പറയുക? അറബിക് കാലിയോഗ്രഫീസ്. ഒരു മിററും കൂടി അതിൽ മുകളിലൊരു മിറർ കൂടെ ഉണ്ട് നമ്മൾ പറയുന്നു. ഇതൊക്കെ ഇനി ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് ഇതൊരു ഇലക്ട്രിക്കൽ ടീംസും ബാക്കി പണിക്കാർ പോകുന്നതിന് മുമ്പേ നന്നായിരിക്കും. ഇതെല്ലാം എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞ് സെറ്റ് ചെയ്യിപ്പിക്കണം. മോശമുള്ളതാണ് രീതിക്കുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ഡോറിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൂടാതെ ഇനി പൊട്ടിച്ച ഒരുപാട് സാധനങ്ങൾ അടുക്കളയിലുണ്ട്. അത് ഓൾമോസ്റ്റ് പാത്രങ്ങളാണ്. കുക്കറും ഇതേപോലെ ഉള്ളി അവിടെ നിന്ന് ഇരിപ്പുണ്ട്, കുക്കർ ഇരിപ്പുണ്ട്, ഗ്യാസ് ബോക്സ് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ എന്താ പറയുക ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. കുറേ പേരുകൾ ഇതെന്താ ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണല്ലോ. അങ്ങനെ ആകാംക്ഷാഭരിതരായി ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഇതെന്താ ഗിഫ്റ്റ് ബോക്സസ് ആണ്. മറടി. ഓക്കെ, അത് നമുക്കിനി ഹോം ടൂറും കൂടെ കാണിച്ചു തരാം. അത് ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ഐ ബട്ടണായിട്ട് കൊടുക്കാം. അപ്പം ഈ വീഡിയോ കണ്ടവരെല്ലാവരും ഇനി നമ്മുടെ ഈ ഹോം ടൂറും കൂടെ ഒന്ന് കണ്ട് ഒരു ചെറിയ വീട് എന്ന് പറഞ്ഞാൽ 2250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മൾ പണി തീർപ്പിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ, അല്ലെങ്കിൽ ആ വീട് എങ്ങനെയാണ്, അതിൻ്റെ ഇൻറ്റീരിയർ എന്താണ്, നമ്മൾ ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായി കൊടുത്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ ഓൾ.